ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തന്നെ പ്ലാവിലെ ചക്കയാണ്. ഇത് നല്ല രീതിയിൽ പഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പം നമുക്ക് വരിക്കച്ചക്ക കിട്ടുന്നോ അപ്പോഴൊക്കെ നമ്മളിത് പഴുപ്പിച്ചാണ് കഴിക്കാറുള്ളത്. എന്നെങ്കിൽ വിചാരിച്ച് ഇപ്രാവശ്യം ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ നിന്ന് കുറച്ച് ചക്ക പഴുത്തത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചുളയൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. അതിൻ്റെ ചക്കക്കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ചക്കപ്പഴം ചവണിയൊക്കെ കളഞ്ഞ് ചക്കക്കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി കുട്ടകത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് തിളച്ച് വരാറാകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ തട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക പഴുത്തത് ചുളയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ആവി കയറ്റിയൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ പഴുത്ത ചക്ക ആവിയിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ശർക്കരപ്പാനിയായിട്ട് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ മണ്ണോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ അങ്ങ് പോയി കിട്ടും. ശർക്കര നല്ല രീതിയിൽ അലിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 2-3 ഏലക്ക എടുത്ത് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ നമ്മൾ തയ്യാറാക്കുന്നത് ശർക്കര പാനിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു മണം കിട്ടും. ചതച്ച ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് നമ്മുടെ ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഈ ചക്കയൊക്കെ നല്ലതായിട്ട് ആവി കയറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആവിയിൽ വെന്ത് വന്ന പഴുത്ത ചക്ക നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആവശ്യാനുസരണം തേങ്ങയാണ്. തേങ്ങ ഞാൻ തിരുവി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു അരമുറിയോളം തേങ്ങയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിരികെ എടുത്ത തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നമ്മുടെ പഴുത്ത ചക്കയിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചൊന്ന് അടച്ചൊരു 10 മിനിറ്റ് വെച്ചിരിക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെയും ബൈ. താങ്ക് യു.